ചലച്ചിത്ര താരങ്ങളെ ഒരു നോക്ക് കാണാൻ ഒന്നരികിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹിക്കാത്ത ആരാധകരുണ്ടാകുമോ? അത്രയ്ക്കൊരു വലിയ ഫാൻസ് ബേസ് ഉള്ള താരമാണ് നടി മഞ്ജു വാര്യർ. മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങി രണ്ടാം ഇന്നിംഗ്സ് ആണ് മഞ്ജു വാര്യറിന്റെ കരിയർ. അടുത്തിടെ മഞ്ജു വാര്യർ ആരാധകരെ നോക്കി കൈവീശിയിട്ടുണ്ടാകുന്ന ഒരു രംഗം സോഷ്യൽ മീഡിയ വൈറലായിരുന്നു. ഒരു കാറിന്റെ വാതിലിരുന്ന് കാറിൽ നിന്നാണ് മഞ്ജു വാര്യർ തന്റെ ആരാധകരെ നോക്കി കൈവീശിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ദൃശ്യം വൈറലാണ്. സ്ഥലം ഏതാണെന്നും പരാമർശമില്ലെങ്കിലും ഷോർ ഉദ്ഘാടനത്തിന് പങ്കെടുത്ത മഞ്ജു വാര്യർക്ക് നേരെയാണ് അതിക്രമം. അടുത്തിടെ മലയാളത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം L2 എമ്പുരാനിലെ മഞ്ജു വാര്യർ നായികാവേഷം ചെയ്തിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് മഞ്ജു വാര്യർ ചിത്രം മലയാളത്തിൽ റിലീസ് ചെയ്തത്. ഇതിലെ പ്രിയദർശിനി രാംദാസ് എന്ന മഞ്ജു വാര്യർ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗവും ശ്രദ്ധേയമായിരുന്നു. അതിലും മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം വേറിട്ടതായി നിന്നു. ധനുഷ് ചിത്രം അസുരനിലൂടെ തമിഴിൽ ശക്തമായ മടങ്ങിവരവ് നടത്തിയ മഞ്ജു വാര്യർ അജിത്തിന്റെ തുനിവ്, രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ മുതലായ ചിത്രങ്ങളിൽ സുപ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നു. ഒരിക്കലും തന്റെ ആരാധകരെ നിരാശരാക്കാത്ത താരമാണ് മഞ്ജു വാര്യർ. അക്കാരണം കൊണ്ട് തന്നെ ഇന്നും കോളേജ് പരിപാടികളിൽ ഉൾപ്പെടെ മഞ്ജു വാര്യർ ക്ഷണം ലഭിക്കാറുണ്ട്. അവിടെയെല്ലാം മഞ്ജു വാര്യർ തിളങ്ങാറുമുണ്ട്. മഞ്ജുവിനെ കണ്ടാൽ നൃത്തം ചെയ്യണമെന്ന് മറ്റും ആവശ്യപ്പെടുന്നവർ ഏറെയാണ്. മഞ്ജുണ്ടോ പിൻവാങ്ങുന്നു. എന്നാൽ ഇത് അതുപോലത്തെ ആരാധകനല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എത്ര പേരുണ്ടെന്ന് മഞ്ജുവിന് പോലും തിട്ടമില്ലാത്ത ആൾക്കൂട്ടത്തിന് മുന്നിലാണ് താരം. ഇതിനിടയിൽ ഒരാൾ മഞ്ജുവിന്റെ ശരീരത്തിന്റെ വശത്തായി അരയ്ക്ക് മുകളിൽ വിരൽ കൊണ്ട് സ്പർശിക്കുവാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിൽ. അപ്പോൾ മറ്റൊരു വശത്തേക്ക് നോക്കി നിൽപ്പാണ് മഞ്ജു വാര്യർ. ആ ഭാഗത്തെ ആരാധകരെ നോക്കി മഞ്ജു വാര്യർ കൈവീശുന്നതും കാണാം. എന്നാൽ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായിട്ടും മഞ്ജു വാര്യർ അറിഞ്ഞ ഭാവം കാട്ടുന്നില്ല. മാത്രവുമല്ല, തുടർന്ന് അവർ ആരാധകരെ നോക്കി കൈവീശുന്നുണ്ട്. ആ രംഗം വഷളാവാതിരിക്കാൻ മഞ്ജു ശ്രമിച്ചതാകാം. താരത്തിന് നേർ തിരിഞ്ഞ കൈയുടെ പേരിൽ സോഷ്യൽ മീഡിയ ചേരിതിരിഞ്ഞ വാദപ്രതിവാദം ഉണ്ടായിട്ടുണ്ട്. ഒരു വിരൽ കൊണ്ടാണ് വ്യക്തി മഞ്ജു വാര്യരെ സ്പർശിച്ചിട്ടുള്ളത്. ആ വ്യക്തിയുടെ കൈത്തണ്ടയിൽ ഹെയർ ബാൻഡ് ഉള്ളതായി കാണാം. അതിനാൽ തന്നെ മഞ്ജു വാര്യരെ സ്പർശിച്ച വ്യക്തി പുരുഷനല്ല സ്ത്രീയാണെന്ന നിലയിൽ വാദിക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത വേഷത്തിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ മഞ്ജു വാര്യർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് ആ ചിത്രം എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനാൽ തന്നെ പരിപാടി നടന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പാണെന്ന് മനസ്സിലാക്കാം. കൂടുതൽ സൂചനകളുടെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് മഞ്ജു വാര്യർ പോസ്റ്റ് ചെയ്ത ഒരു റീൽസ് വീഡിയോ വൈറലായിരുന്നു. വീട്ടിൽ നൃത്തം പരിശീലനം നടത്തുന്ന തന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.